വെനസ്വേലയിൽ യുദ്ധം ആരംഭിക്കാൻ തയ്യാറായി കഴിഞ്ഞു ട്രംപ്. US വെനസ്വേലയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒരുങ്ങുകയാണെന്ന ആരോപണം പ്രസിഡന്റ് നിക്കോളാസ് മദൂറോ ആവർത്തിക്കുന്നതിനിടെ പുറത്തുവന്ന ട്രംപിന്റെ ചില പ്രസ്താവനകൾ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. വെനസ്വേലയെ ആക്രമിക്കാൻ ട്രംപ് പല പദ്ധതികൾ തയ്യാറാക്കിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് നീക്കങ്ങൾ? കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഞാൻ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു. അത് എന്താണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. യുദ്ധം സംബന്ധിച്ച ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ഈ ആഴ്ച ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത്, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ എന്നിവരടങ്ങിയ സംഘം വെനസ്വേലയിലെ പദ്ധതി ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചുവെന്നാണ് CNN റിപ്പോർട്ട്. വ്യാഴാഴ്ച സിറ്റുവേഷൻ റൂമിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ നാഷണൽ സെക്യൂരിറ്റി ടീം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ടാർഗറ്റ് ഓപ്ഷനുകൾ പരിശോധിച്ചതായും റിപ്പോർട്ടിലുണ്ട്. വെനസ്വേലയ്ക്കായി വിവിധ ഓപ്ഷനുകളാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളിലോ ഗവൺമെന്റ് സൗകര്യങ്ങളിലോ എയർ സ്ട്രൈക്കുകൾ നടത്തുക, അല്ലെങ്കിൽ മഡൂറോയെ നേരിട്ട് ആക്രമിക്കുക തുടങ്ങിയവയാണ് പദ്ധതികൾ. ലഹരിക്കടത്ത് തടയാനെന്ന വ്യാജേന US യുദ്ധക്കപ്പലുകൾ കരീബിയൻ കടൽക്കരയിൽ വിന്യസിച്ചിരിക്കുകയാണ്. നവംബർ 14-ന് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും കരീബിയൻ കടലിലെത്തി. സാധാരണയായി 1-2 കപ്പലുകൾ മാത്രം കാണുന്ന വഴികളിൽ ഇപ്പോൾ 7 യുദ്ധക്കപ്പലുകളാണ് പെട്രോൾ ചെയ്യുന്നത്. 1989-ലെ പനാമ ഏറ്റുമുട്ടലിന് ശേഷം US സേന നടത്തുന്ന ഏറ്റവും വലിയ തയ്യാറെടുപ്പാണ് ഇത്. ട്രംപ് ഭരണകൂടം ലഹരി കടത്തിക്കൊണ്ടുപോകുന്നുവെന്ന് കരുതുന്ന വഴികളിൽ വലിയ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മറ്റ് രാജ്യങ്ങൾക്കുള്ളിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന് നിയമപരമായ സാധ്യതയുണ്ടാകുമോ എന്ന ഭരണകൂടം നിയമോപദേശവും തേടിയിട്ടുണ്ട്. മദൂറോയെ പുറത്താക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമായി ട്രംപിന് അവതരിപ്പിക്കാൻ സാധിക്കും. എന്നാൽ വെനസ്വേലയ്ക്കുള്ളിൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടാൽ വലിയ വെല്ലുവിളികളായിരിക്കും നേരിടേണ്ടി വരികയെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US നിന്നുള്ള ഭീഷണി നേരിടാൻ വെനസ്വേല സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. US ആക്രമണത്തിനെതിരെ മഡൂറോ ഭരണകൂടം ഗറില്ല ശൈലിയിലുള്ള പ്രത്യാക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ട്. 280-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ ചെറിയ സൈനിക യൂണിറ്റുകൾ വിന്യസിച്ച് US സൈന്യത്തെ തുരത്താനാണ് പദ്ധതി. തങ്ങളുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് മഡൂറോ ആരോപിക്കുന്നത്. ബോംബിങ്ങിനും കൊലപാതകത്തിനും ഉത്തരവിടുന്ന ഭ്രാന്തന്മാരെ തടയണമെന്നാണ് മഡൂറോ ആവശ്യപ്പെടുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ ട്രംപിന്റെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ഓപ്പറേഷൻ സതേൺ സ്പിയർ എന്ന പേരിൽ പുതിയ ദൗത്യം പ്രഖ്യാപിക്കുകയാണുണ്ടായത്. നാർക്കോ ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യുമെന്നും ഹെക്സെത്ത് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഈ വമ്പിച്ച US വിന്യാസം ട്രംപ് ഭരണകൂടത്തിന്റെ മയക്കുമരുന്നിനെതിരായ യുദ്ധത്തിന്റെ ഭാഗമാണെന്നാണ് വാദം. ലാറ്റിൻ അമേരിക്കൻ കാട്ടലുകൾ കൊക്കൈനും ഫെന്റലിനും ഉപയോഗിച്ച് അമേരിക്കയെ മുക്കിക്കൊല്ലുന്നത് തടയാനുള്ള ശ്രമമാണെന്നാണ് പറയുന്നത്. എന്നാൽ വെനസ്വേല കൊക്കൈന്റെ ഉൽപാദക രാജ്യമല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ബൊളീവിയ, കൊളംബിയ, പെറു എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇത് നടക്കുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഫെന്റനൈൽ കടത്ത് മെക്സിക്കോയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും വെനസ്വേല അതിന്റെ ഭാഗമല്ലെന്നും വാദങ്ങളുണ്ട്. ട്രംപിന്റെ നീക്കത്തിന് രാഷ്ട്രീയ ഉദ്ദേശമുള്ളതായി പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. ട്രംപിന്റെ ആദ്യകാല ഭരണത്തിൽ പരാജയപ്പെട്ട മഡൂറോയെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം ഇപ്പോൾ നേടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ആരോപണം.